വെറും 40 ലക്ഷം ആളുകൾ മാത്രം താമസിക്കുന്ന യൂറോപ്പിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയൊരു കൺട്രിയാണ് സ്ലൊവേനിയ. ആ സ്ലൊവേനിയയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ജോലിക്ക് വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ സെലക്ട് ചെയ്യുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്ലൊവേനിയ എന്ന് പറയുന്നത്. സ്ലൊവേനിയയിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് മാരിബോറിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എയിം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് മാരിബോറിലെ നമ്മളെ സ്റ്റുഡൻസിനെ തന്നെ നേരിട്ട് കണ്ടിട്ട് അവരുടെ വിശേഷങ്ങളും സ്ലൊവേനിയൻ ലൈഫും ബാക്കി എല്ലാ കാര്യങ്ങളും അറിയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മാരിബോർ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് സൈഡിലാണ്. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് സ്ലൊവേനിയ സെലക്ട് ചെയ്തു എന്നുള്ളതൊക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് യൂറോപ്യൻ കൺട്രി ഓപ്ഷൻസ് ഉണ്ട്, എന്തുകൊണ്ട് സ്ലൊവേനിയ, നീ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? ഞാൻ സ്ലൊവേനിയ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൊവേനിയയിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഇല്ല. മറ്റ് കൺട്രീസിനെ അപേക്ഷിച്ച് 20 hours എന്നുള്ള വർക്ക് ലിമിറ്റ് ഇവിടെ ഇല്ല. അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റുഡൻറ്റ് 40 hours എത്ര ഹവേഴ്സും വർക്ക് ചെയ്യാം. പാർട്ട് ടൈമിന്റെ ഒരു അവൈലബിലിറ്റി എങ്ങനെയാണ്? പാർട്ട് ടൈമിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നല്ല ജോബുകൾ കിട്ടുന്നവരുണ്ട്. എന്തൊക്കെ സപ്പോർട്ടുകളാണ് ഗവൺമെന്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്ലൊവേനിയയിൽ നൽകുന്നത്? ഇവിടെ സ്ലൊവേനിയൻ ഗവൺമെന്റ് സ്റ്റുഡൻസിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് കീ ബോണി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഗവൺമെന്റ് സെലക്റ്റീവായ റെസ്റ്റോറൻറ്റ്സിൽ വെച്ചിട്ട് ഫുഡിന്റെ ഒരു അലവൻസ് കൊടുക്കുന്നുണ്ട്. അതെ, അതുപോലെ തന്നെയാണ് ഇവിടെ സ്റ്റുഡൻസിന് ജോബ് കണ്ടെത്താനും സ്റ്റുഡൻസ് കീ പോർട്ടൽ വഴി സ്റ്റുഡൻസിന്റെ ജോബ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതെ, ഒരുപാട് പേര് അതിലൂടെയാണ് ജോലി കിട്ടുന്നത്. അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സ്ലൊവേനിയ അടിപൊളി കൺട്രിയാണ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ TRP കാർഡുമായിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് സ്ലൊവേനിയയിലേക്ക് വരുന്നത്. ബാക്കി ഏത് കൺട്രീസിലേക്കും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയാണ്. അൺലിമിറ്റഡ് പാർട്ട് ടൈം ജോബെല്ലാം ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എൻട്രി ക്രൈറ്റീരിയാസ് വളരെ സിമ്പിളാണ്. IELTS മാർക്കിൻ്റെ ക്രൈറ്റീരിയാസോ ഒന്നും തന്നെ ഇല്ല. പ്രോസസ്സ് എല്ലാം വളരെ സിമ്പിളാണ്. ഓഫ് ലെറ്റർ കിട്ടാൻ 2-3 മാസം മാത്രം മതി. പിന്നെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷവും 9 മാസവും സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിലും സ്ലൊവേനിയ നല്ലൊരു ഓപ്ഷനാണ് എന്നാണ് എനിക്ക് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ സ്ലൊവേനിയക്കുള്ള ഇൻടേക്സ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.